ചെയ്തത്. ഇതിൽ നമുക്ക് പിന്നെ പാർലമെന്റ് അധികാരം തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മളിത് ഡിസ്മിസ് ആക്കുന്നു എന്നുള്ള പാരഗ്രാഫ് എന്താണ് മക്കളെ നിങ്ങൾ വായിക്കാത്തത്? എന്താണ് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടുന്നില്ലേ? നിങ്ങൾക്ക് ആകുമ്പോൾ അത് കിട്ടുന്നില്ലേ? എന്താണത് നിങ്ങൾക്ക്? മറ്റേ മറ്റേ മൊണ്ണയും അത് പിന്നെ പറയുന്നത് കേട്ടില്ല, ഇവനും കേൾക്കുന്നില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എനിക്കതിൻ്റെ ഒന്നും കിട്ടുന്നില്ലേ സംഭവങ്ങൾ? സ്വന്തമായിട്ട് ഇതിൻ്റെ പിന്നെ ജഡ്ജ്മെൻ്റ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഒന്നാമത്തെ പാരഗ്രാഫ് അപ്പാടെ മുക്കിയിട്ടുള്ള പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത് നമുക്കൊരു വഴി തുറന്നതാണ്. എന്ത് വഴി? എന്തിനാണ്? ഇവിടെ ഡിവിഷൻ ബെഞ്ചിലിടോ, ഡിവിഷൻ ബെഞ്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രേഖകളും ഉണ്ടെങ്കിൽ സെഷൻ കോർട്ട് പോയിട്ട് കാണിച്ചാൽ മതിയില്ലേ നിങ്ങൾക്ക്? സെഷൻ കോർട്ടല്ലേ ഇതിൻ്റെ ഒരു കോർട്ട് എന്ന് പറയുന്നത്? സെഷൻ കോർട്ടല്ലേ? സെഷൻ കോർട്ടിലാണ് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള കാര്യങ്ങൾ, വാദങ്ങളും പ്രതിവാദങ്ങളും എല്ലാം നടക്കുന്നത് സെഷൻ കോർട്ടിലാണ്. സെഷൻ കോർട്ടിൽ കാണിച്ച പോരെ ബഡ്സ് ആക്ടിൽ ഇങ്ങനെയൊരു സംഭവം ഇല്ല, രാത്രി ഉത്തരവിടാൻ പറ്റൂല എന്ന് ബഡ്സ് ആക്ടിലുണ്ട്, രണ്ടാമത്തെ ഫ്രീസിങ് പാടില്ല എന്ന് ബഡ്സ് ആക്ടിലുണ്ട്. അത് കാണിച്ചാൽ മതിയില്ലേ? അവിടുത്തെ ജഡ്ജ് എന്താ ഇതൊന്നും പറഞ്ഞു കേൾക്കാത്ത ആളാണോ? അപ്പോൾ ഇവൻ പറയുന്നത് നമുക്കിങ്ങനെ ഒരു അവസരം നമ്മൾ മുതലാക്കിയതാണ്. എന്നിട്ട് എന്ത് കിട്ടി? ഒന്നും കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ ഫ്രീസിങ്ങിന് നിയമപരമാണെങ്കിൽ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് തന്നെ അന്നത്തെ കോമ്പറ്റന്റ് അതോറിറ്റിയായ സഞ്ജയ് എം കൗൾ സാറ് ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ്. സഞ്ജയ് എം കൗൾ സാറിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയുകയാണ്, കോമ്പറ്റന്റ് അതോറിറ്റിക്ക് ഒരു കമ്പനി അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് അത് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് ബോധ്യമായത് രേഖപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ആ കമ്പനിക്കെതിരെ നടപടിയെടുക്കാമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. സെഷൻ കോടതിക്ക് ബോധ്യമാണ് നിങ്ങൾ നടത്തിയെന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ അപ്പീൽ കേട്ട ഹൈക്കോടതിക്ക് ബോധ്യമുണ്ട് നിങ്ങൾ നടത്തിയെന്ന്. അതുകൊണ്ടാണ് ഈ 11 ദിവസത്തെ ആ ഒരു സംഭവം മാത്രം ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഫ്രഷ് പ്രൊസീഡിങ്സ് നടത്തിക്കോളൂ, അതിന് ഇത് ബാധകമല്ല എന്ന് എഴുതി ചേർത്തത്. ഇതൊന്നും അറിയാത്തവരെല്ലാം നിങ്ങളുടെയൊക്കെ വക്കീലന്മാർ. പക്ഷേങ്കിൽ നിങ്ങളുടെയൊക്കെ ആൾക്കാരെ കഫം തൂന്നിട്ടുണ്ടാക്കിയൊക്കെ ഒരുപാട് പൈസയുണ്ട് എന്നും, അങ്ങനെയാണല്ലോ 2 ലക്ഷം കൊണ്ട് ജാമ്യം ഇറക്കേണ്ടടുക്ക് 60 ലക്ഷം നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചത് ആൾക്കാർ. 25 ലക്ഷത്തിൻ്റെ വാദത്തിന് വേണ്ടിയിട്ട്, അല്ല 25,000-ൻ്റെ വാദത്തിന് വേണ്ടി 25 ലക്ഷമൊക്കെ നിങ്ങളെ കൊണ്ട് ചിലവഴിക്കുന്നത്. നിങ്ങളെടുക്കുക ഒരുപാട് പൂത്ത പണമുണ്ട്, ആൾക്കാരെ പറ്റിച്ച പണമുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. ആ ഒരു